ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് പുട്ടുണ്ടാക്കുന്നതാണ്. പുട്ടുണ്ടാക്കാനായിട്ട് എല്ലാവർക്കും അറിയാം, എല്ലാവരും എപ്പോഴും ഉണ്ടാക്കുന്നതുമാണ്. പക്ഷേ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. വീഡിയോ സ്കിപ്പ് ആവാതെ കാണണം. അപ്പോൾ ഞാൻ ഇതുപോലെ 1 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്, വാങ്ങുന്ന പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുറേശ്ശെ വെള്ളം നനച്ച് കൊടുത്ത് അതൊന്ന് കുഴച്ചെടുക്കാം. ഈ രീതിയിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ഒന്നിങ്ങനെ ഉരുട്ടി കിട്ടണം. അങ്ങനെ ആകുമ്പോഴാണ് ആ പുട്ടിൻ്റെ നനവ് കറക്റ്റ് ആവുന്നത്. എന്നിട്ട് നനച്ച ശേഷം നമുക്കിതൊന്ന് 1/4 മണിക്കൂർ ഒന്ന് മൂടി വയ്ക്കാം. അതിനുശേഷം തുറന്നൊന്ന് ഇളക്കി നോക്കുമ്പോൾ അത് വീണ്ടും മണൽ പോലെ ആയിട്ടുണ്ടാവും. ആ വെള്ളമെല്ലാം ഒന്ന് വറ്റിപ്പോയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ ഒരു പിടി തേങ്ങ ചേർക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത ശേഷം ഇളക്കുമ്പം ചെറിയൊരു നനവ് വീണ്ടും കിട്ടും. എന്നാലും പോരാ, നമ്മൾ കുറച്ചും കൂടി വെള്ളം തെളിച്ച് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇങ്ങനെ വീണ്ടും ഒന്ന് പിടിച്ച് നോക്കുക. ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ കിട്ടണം. ഈ രീതിയിൽ കിട്ടുമ്പോഴാണ് പുട്ടിൻ്റെ നനവ് കറക്റ്റ് ആവുന്നത്. ഈ രീതിയിൽ നമുക്ക് പുട്ടുപൊടി നനച്ചെടുക്കാം. ഇപ്പോൾ ഇത് പുട്ടിൻ്റെ നനവ് കറക്റ്റ് ആയിട്ടുണ്ട്. എപ്പോഴും പുട്ടുപൊടി നമ്മൾ അടച്ചു വെക്കണം. ഓരോ പ്രാവശ്യം പുട്ടുണ്ടാക്കി കഴിയുമ്പോഴും പൊടി എപ്പോഴും അടച്ചു വെക്കണം, അല്ലെങ്കിൽ അതിങ്ങനെ മണൽ പോലെ ആയിപ്പോവും. ഇനി ഇതുപോലെ ഒരു പുട്ടും കുറ്റി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചില്ലിട്ട ശേഷം ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം, സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ. എന്നിട്ട് അതിലേക്ക് പുട്ടിട്ട് കൊടുക്കാം. പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ കുത്തി നിറയ്ക്കരുത്, ഇതുപോലെ ഇങ്ങനെ ഇടാവുള്ളൂ. ഇങ്ങനെ കുലുക്കിയൊന്നും നിറയ്ക്കരുത്, അപ്പോഴൊക്കെയാണ് പുട്ട് ഹാർഡായി പോകുന്നത്. എന്നിട്ടൊരു മധ്യഭാഗം എത്തുമ്പോൾ വീണ്ടും കുറച്ചുകൂടെ തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പുട്ടുപൊടി ഇട്ട ശേഷം ഏറ്റവും മുകളിലും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി നമ്മൾ പുട്ട് വേവിക്കുമ്പോൾ ഞാനിപ്പോൾ ഇത് കുക്കറിൽ വെച്ചിട്ട് കുക്കറിൻ്റെ മുകളിൽ ആവി കയറ്റിയിട്ടാണ് വേവിച്ചെടുക്കുന്നത്. നല്ലതുപോലെ ആവി വന്ന ശേഷം മാത്രം നമുക്കിത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുട്ടും കുറ്റി വെച്ച് കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ മുകളിൽ കൂടെ നിറച്ച് ആവി വന്ന ശേഷം നമുക്കിതിങ്ങനെ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ പുട്ട് നല്ലതുപോലെ വെന്ത് വരും. ഓവറായിട്ട് നമ്മൾ കുക്ക് ചെയ്യേണ്ട, ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ പുട്ട് നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ നല്ല അടിപൊളി പുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്